ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ. ഞാൻ വിഷ്ണുരാജ്. നമ്മളിന്ന് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പത്മ അവാർഡുകൾ. ഓക്കെ, അപ്പോൾ 2026 പത്മ അവാർഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളൊന്നാണ് പത്മ അവാർഡുകൾ. അപ്പോൾ ഏറ്റവും ഉയർന്ന അവാർഡാണ് ഭാരതരത്ന. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡാണ് ഭാരതരത്ന. അതങ്ങനെ എല്ലാ വർഷവും നൽകുന്ന അവാർഡല്ല, വല്ലപ്പോഴും മാത്രമേ നൽകാറുള്ളൂ. അവസാനമായിട്ട് നൽകിയത് 2024 നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ അവാർഡാണ് പത്മവിഭൂഷൺ. മൂന്നാമത്തേതാണ് പത്മഭൂഷൺ, നാലാമത്തേതാണ് പത്മശ്രീ. അതിൽ പത്മവിഭൂഷണും പത്മഭൂഷണും പത്മശ്രീയും എല്ലാ വർഷവും നൽകുന്ന അവാർഡാണ്. ഓക്കെ, അതാണ് എൻ്റെ പ്രത്യേകത. അത് PSCക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പത്മ പുരസ്കാരങ്ങൾ 2026. അപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മുടെ പത്മവിഭൂഷണാണ്. ഓക്കെ, പത്മവിഭൂഷൺ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. അത് നമ്മളുടെ 2026 5 പേർക്കാണ് ലഭിച്ചത്. അതിൽ 4 പേര് മലയാളികളാണ്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പോൾ പത്മവിഭൂഷൺ 5 പേർക്ക് ലഭിച്ചു, 4 പേർ മലയാളികൾ. ഓക്കെയാണ്. അപ്പോൾ ഓരോ ആൾക്കാരെ പറ്റി അറിഞ്ഞിരിക്കണം. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം VS അച്യുതാനന്ദൻ, നമ്മുടെ കേരളത്തിന് അഭിമാനമായിട്ടുള്ള VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചു. ഇപ്പോൾ ചോദിക്കും, 2026 ഇന്ത്യ ഗവൺമെൻറ് ഏത് സിവിലിയൻ ബഹുമതി നൽകിയാണ് VS അച്യുതാനന്ദനെ ആദരിച്ചു? ഉത്തരമാണ് പത്മവിഭൂഷൺ. ഓക്കെ, അപ്പോൾ VSന് ലഭിച്ച ബഹുമതിയാണ് പത്മവിഭൂഷൺ. മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമമാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. ഓക്കെ, ഇനി സംസ്ഥാനം കേരളം, കാറ്റഗറി പബ്ലിക് അഫയേഴ്സ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വ്യക്തിക്ക് 3 രീതിയിലാണ് പത്മ ബഹുമതി ലഭിക്കുന്നത്. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് നേരിട്ട് നൽകാം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് ശുപാർശ ചെയ്യാം. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ശുപാർശ ചെയ്യാം. അതിൽ VS അച്യുതാനന്ദന് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകിയ പത്മ അവാർഡാണ്. ഓക്കെ, അപ്പോൾ കേന്ദ്ര സർക്കാരാണ് അദ്ദേഹത്തിന് നേരിട്ട് നൽകിയത്, അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അതാണ് പറഞ്ഞിരിക്കുന്നത്, കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകിയ പത്മവിഭൂഷൺ. അദ്ദേഹത്തിൻ്റെ കുടുംബം അവാർഡ് നിരസിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബം പറഞ്ഞു, ഞങ്ങൾ ഈ അവാർഡ് സ്വീകരിക്കില്ല എന്ന് അറിയിച്ചു. സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ പത്മ പുരസ്കാരങ്ങൾ സ്വീകരിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം പറഞ്ഞു, ഞങ്ങൾ പുരസ്കാരം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പുറത്ത് വെച്ചിരിക്കുക. അപ്പോൾ ചോദിക്കും, 2026 VSന് ഏത് സിവിലിയൻ ബഹുമതി നൽകിയാണ് ഇന്ത്യ ഗവൺമെൻറ് ആദരിച്ചത്? പത്മവിഭൂഷൺ. ഓക്കെ, അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1923 ഒക്ടോബർ 20 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ്. ഇനി അദ്ദേഹം അന്തരിച്ച ദിവസം പരീക്ഷയ്ക്ക് ചോദിക്കും. പ്രശസ്തരായ വ്യക്തികൾ അന്തരിച്ച ദിവസം PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം അന്തരിച്ച ദിവസമാണ് 2025 ജൂലൈ 21, 101ാമത്തെ വയസ്സിൽ. അപ്പോൾ 2025 ജൂലൈ 21 അദ്ദേഹം അന്തരിച്ചത്, ഓർത്ത് വെച്ചിരിക്കുക. ഇനി 2006 മുതൽ 2011 വരെ കേരള മുഖ്യമന്ത്രിയായിരുന്നു. ഓക്കെ, 2006 മുതൽ 2011 വരെ കേരള മുഖ്യമന്ത്രിയായിരുന്നു. ഓക്കെ, ഇനി കേരളത്തിൻ്റെ 11ാമത്തെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ 11ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിരുന്നു, അതും ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിരുന്നു. 82ാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രിയായത്. ഓക്കെ, ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച വ്യക്തി അദ്ദേഹം തന്നെയാണ്, 15 വർഷം. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നു, 15 വർഷം. ഇനി 2016 മുതൽ 2021 വരെ കേരളത്തിൻ്റെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊന്നാണ് സമരത്തിന് ഇടവേളകളിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാന പുസ്തകങ്ങളൊന്നാണ് സമരത്തിന് ഇടവേളകളിൽ. ക്ലിയർ ആണ് ഇത്രയും പോയിന്റ്? ഓക്കെ, ഇനി KT തോമസ്. ഓക്കെ, കല്ലുപുരയ്ക്കൽ തോമസ് മലയാളിയാണ്. ഓക്കെ, സംസ്ഥാനം കേരളം, കാറ്റഗറി പബ്ലിക് അഫയേഴ്സ്. ഓക്കെ, മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ കേരള ഹൈക്കോടതി ജഡ്ജി. ഓക്കെ, കോട്ടയം സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് 2007 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2026 പത്മവിഭൂഷൺ, 2007 പത്മഭൂഷൺ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രചനയാണ് സോളമൻ്റെ തേനീച്ചകൾ, ഒരു ന്യായാധിപന്റെ സ്മരണകൾ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനയാണ് സോളമൻ്റെ തേനീച്ചകൾ, ഒരു ന്യായാധിപന്റെ സ്മരണകൾ. ഓക്കെയാണ്, ശ്രദ്ധിക്കുക. ഇദ്ദേഹത്തിന് വളരെ പ്രസക്തമായ മറ്റൊരു കാര്യമുണ്ട്. അപ്പോൾ 1991 രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. ആ രാജീവ് ഗാന്ധി കൊലപാതക കേസിലെ പ്രതികൾക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട 4 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജിങ് പാനലിൽ ഇദ്ദേഹം അംഗമായിരുന്നു. അപ്പോൾ രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് 4 പേർക്ക് വധശിക്ഷ ലഭിച്ചു. ആ 4 പേരെ വധശിക്ഷ വിധിച്ച ജഡ്ജിമാരിൽ ഒരാൾ ഇദ്ദേഹമായിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞു അവരെ വെറുതെ വിടണമെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം തന്നെ മുൻകൈയിട്ട് പല സംഘടനകൾ വഴിയൊക്കെ നിവേദനങ്ങളൊക്കെ നൽകി. അവസാനം 2022 ആ 4 പേരെയും വെറുതെ വിട്ടു.
ആ 4 പേരുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. അപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ച ആളാണ് KT തോമസ്. പിന്നീട് ആ വധശിക്ഷ വിധിച്ച 4 പേരുടെയും വധശിക്ഷ റദ്ദാക്കാൻ അദ്ദേഹം തന്നെ മുമ്പിൽ നിന്നു. അതും പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഓക്കെ, KT തോമസ് ഓർത്തു വെച്ചിരിക്കും. ഓക്കെ, ഇനി N രാജം, സംസ്ഥാനം ഉത്തർപ്രദേശ്, കാറ്റഗറി കല, വയലിനിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ റെക്കമെൻഡ് ചെയ്ത സ്ഥലം ഉത്തർപ്രദേശ്, പക്ഷേ മലയാളിയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു, അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് റെക്കമെൻഡ് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ കാറ്റഗറി കല, വയലിനിസ്റ്റ് ആണ്. അപ്പോൾ ചോദിക്കും N രാജം ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയലിൻ. ഓക്കെ, മലയാളിയാണ്. ഇവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ എറണാകുളം സ്വദേശികളാണ്. ഓക്കെ, അത് ഓർത്ത് വച്ചിരിക്കുക. അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ എറണാകുളം സ്വദേശികളാണ്. പിന്നീട് ഇവർക്ക് ജോലി കിട്ടിയപ്പോൾ ഉത്തർപ്രദേശിലേക്ക് പോയതാണ്. അത് ഓർത്ത് വച്ചിരിക്കുക. അപ്പോൾ മാഡത്തിൻ്റെ പേരാണ് N രാജം, സംസ്ഥാനം ഉത്തർപ്രദേശ്, കാറ്റഗറി കല. ഓക്കെ, വയലിനിസ്റ്റ് ആണ്. അവരുടെ അപരനാമമാണ് പാടുന്ന വയലിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, പാടുന്ന വയലിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് N രാജം. അതും ഓർത്ത് വെച്ചിരിക്കുക, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ പാടുന്ന വയലിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി N രാജം. ഓക്കെ, ഇനി ഗായകി അംഗം, വായ്പാട്ട് പോലെ വയലിൻ വായിക്കുന്ന ശൈലി. ഇപ്പോൾ നമ്മുടെ ഗാനമേളയ്ക്കൊക്കെ വളരെ പുതിയൊരു ട്രെൻഡാണ്. അതായത് നമ്മൾ പാട്ട് പാടുന്ന പോലെ വയലിൻ വായിക്കും. ആ പാട്ട് പാടുന്ന അതേ ഈണത്തിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ പാട്ട് കേൾക്കുന്ന പോലെ തോന്നും. ഓക്കെ, ആ ശൈലി അറിയപ്പെടുന്ന പേരാണ് ഗായകി അംഗം. അത് വികസിപ്പിച്ച ആളാണ് നമ്മളുടെ N രാജം. അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഗായകി അംഗം, വായ്പാട്ട് പോലെ വയലിൻ വായിക്കുന്ന ശൈലി, അത് ആവിഷ്കരിച്ച വ്യക്തിയാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. നമ്മുടെ ബാലഭാസ്കറൊക്കെ ഇത് നന്നായിട്ട് ചെയ്യുമായിരുന്നു. അന്തരിച്ച വയലിനിസ്റ്റ് ബാലഭാസ്കറൊക്കെ ഈ ഗായകി അംഗം എന്ന് പറഞ്ഞ സംവിധാനം നന്നായിട്ട് ചെയ്യും. അതായത് നമ്മൾ ആ പാട്ടിൻ്റെ ഈണത്തെ ഒരു വയലിൻ വായിക്കും, കേൾക്കുന്നവർക്ക് പാട്ട് കേൾക്കുന്ന ഫീൽ ചെയ്യും. അത് വികസിപ്പിച്ച ആളാണ് N രാജം. അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ സംഗീത വിഭാഗം പ്രൊഫസറും പിന്നീട് ഡിപ്പാർട്ട്മെന്റ് മേധാവിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. നമ്മുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ച ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ അവർ പ്രൊഫസറായിരുന്നു. പിന്നീട് അവിടുത്തെ HOD-യുമായിട്ട് മാറി. ഇനി 1984 പത്മശ്രീ കിട്ടി, 2004 പത്മഭൂഷൺ ലഭിച്ചു, 2026 പത്മവിഭൂഷൺ ലഭിച്ചു. അപ്പോൾ ആളുടെ പേരാണ് N രാജം. മലയാളിയാണ്, പക്ഷേ ഉത്തർപ്രദേശാണ് റെക്കമെൻഡ് ചെയ്തത്. എന്താ കാരണം? ഉത്തർപ്രദേശ് റെക്കമെൻഡ് ചെയ്യാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, അവരുടെ പ്രവർത്തന മേഖല ഉത്തർപ്രദേശാണ്. ഓക്കെ, അടുത്തത് P നാരായണൻ, സംസ്ഥാനം കേരളം, കാറ്റഗറി ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. സംസ്ഥാനം കേരളം, കാറ്റഗറി ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ്, സാഹിത്യകാരനാണ്, RSS നേതാവാണ്. ഓക്കെ, അപ്പോൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ സ്വദേശിയാണ്. നോക്കൂ, RSSുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത്. അപ്പോൾ RSSന്റെ കേരളത്തിലെ വാരികയാണ് കേസരി. ആ കേസരി വാരികയുടെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി RSSന്റെ മുഖപത്രമാണ് ഓർഗനൈസർ, അതിൽ ലേഖകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ആളുടെ പേരാണ് P നാരായണൻ. ഓക്കെ, അടുത്തത് ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ. ഓക്കെ, സിനിമാ താരമാണ് ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ. മരണാനന്തര ബഹുമതിയാണ്. ഓക്കെ, സംസ്ഥാന മഹാരാഷ്ട്ര, കാറ്റഗറി കല. ഓക്കെ, അപ്പോൾ ബോളിവുഡിലെ ഇതിഹാസ താരം ധർമ്മേന്ദ്ര എന്നറിയപ്പെടുന്ന നമ്മുടെ ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ. അപ്പോൾ അദ്ദേഹം ബോളിവുഡ് അറിയപ്പെടുന്ന പേരാണ് ധർമ്മേന്ദ്ര. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ് ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ. അദ്ദേഹം ധാരാളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിലെ ഷോല എന്ന സിനിമയിലെ പ്രകടനം ലോക പ്രശസ്തമാണ്, ധാരാളം അംഗീകാരം കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം മരണാനന്തര ബഹുമതിയാണ്. അപ്പോൾ ചോദിക്കാം, അന്തരിച്ച ദിവസം ചോദിക്കും. 2025 നവംബർ 24 അന്തരിച്ചു. 2025 നവംബർ 24 അദ്ദേഹം അന്തരിച്ചു. ക്ലിയർ ആണേ? ഓക്കെ, ഇനി പത്മഭൂഷൺ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന 3ാമത്തെ സിവിലിയൻ ബഹുമതിയാണ് പത്മഭൂഷൺ. 13 പേർക്ക് ലഭിച്ചു, 2 പേര് മലയാളികൾ. അപ്പോൾ പത്മഭൂഷൺ 2026 13 പേർക്ക് ലഭിച്ചു, 2 പേര് മലയാളികളാണ്. ഓക്കെ, നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന്. അപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയതാരം മമ്മൂട്ടിക്ക് 2026 പത്മഭൂഷൺ ലഭിച്ചു. അപ്പോൾ പരീക്ഷ ചോദിക്കും, 2026 ഏത്
സിവിലിയൻ ബഹുമതി നൽകിയാണ് ഇന്ത്യ ഗവൺമെന്റ് മമ്മൂട്ടിയെ ആദരിച്ചത് പത്മഭൂഷൺ. പഠിക്കാൻ ഒരു കോഡുണ്ട്. പട്ടണത്തിൽ ഭൂതം, പട്ടണത്തിൽ ഭൂതം എന്നത് മമ്മൂട്ടിയുടെ ഒരു സിനിമയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? പായു ഉണ്ട്, ഫൂയും ഉണ്ട്. ഓക്കെ, പായു ഉണ്ട്, ഫൂ ഉണ്ട്, പായു ഉണ്ട്, ഫൂ ഉണ്ട്. ഓക്കെ, പത്മഭൂഷണിനകത്തും പായു ഉണ്ട്, ഫൂവും ഉണ്ട്. ഓക്കെ, അപ്പോൾ പട്ടണത്തിൽ ഭൂതം പത്മഭൂഷൺ. അപ്പോൾ പായും ഫൂവും വെച്ച് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. കിട്ടിയോ? ഓക്കെ ആണോ? അപ്പോൾ പട്ടണത്തിൽ ഭൂതം പത്മഭൂഷൺ. ഇപ്പോൾ പരീക്ഷ ചെന്നിരിക്കുമ്പം ക്വസ്റ്റ്യൻ കാണുമ്പോൾ പത്മവിഭൂഷണാണോ പത്മഭൂഷണാണെന്നൊക്കെ സംശയം വരും. മമ്മൂട്ടിക്ക് കിട്ടിയത് പത്മഭൂഷണാണ്, ഏറ്റവും ഉയർന്ന 3ാമത്തെ സിവിലിയൻ ബഹുമതി. ഓക്കെ ആണോ? അത് ക്ലിയർ ആണേ. അപ്പോൾ പട്ടണത്തിൽ ഭൂതം ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മമ്മൂട്ടിയെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള പേരാണ് മുഹമ്മദ് കുട്ടി പാണപ്പറമ്പിൽ ഇസ്മായിൽ. ഓക്കെ, അപ്പോൾ മുഹമ്മദ് കുട്ടി പാണപ്പറമ്പിൽ ഇസ്മായിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമം. പിന്നീട് സിനിമ വന്നതിന് ശേഷമാണ് മമ്മൂട്ടി എന്ന പേര് സ്വീകരിക്കുന്നത്. ഓക്കെ, സംസ്ഥാനം കേരളം, കാറ്റഗറി കല. 98-ൽ പത്മശ്രീ ലഭിച്ചു. 98-ൽ പത്മശ്രീ ലഭിച്ചു. ഓക്കെയാണ്. അപ്പോൾ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ. ഇനി വെള്ളാപ്പള്ളി നടേശൻ. ഓക്കെ, സംസ്ഥാനം കേരളം, കാറ്റഗറി പബ്ലിക് അഫയേഴ്സ്. സംസ്ഥാനം കേരളം, കാറ്റഗറി പബ്ലിക് അഫയേഴ്സ്. കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകിയ പത്മഭൂഷൺ. ഓക്കെ, കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകിയ പത്മഭൂഷൺ. ക്ലിയർ ആണ്. ഇനി ആലപ്പുഴ ജില്ലയിലെ കണിച്ചിക്കുളങ്ങര സ്വദേശി. അദ്ദേഹം എസ് എൻ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ അദ്ദേഹം എസ് എൻ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് 30 വർഷമായിട്ട് അദ്ദേഹം പദവിയിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ, SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും ജനറൽ സെക്രട്ടറി പദവിയിൽ 30 വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി ലഭിക്കുന്നത്. 96 മുതൽ, 1996 മുതൽ അദ്ദേഹം SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും മേധാവിയായിട്ട് പ്രവർത്തിക്കുന്നു. അത് ഓർത്ത് വച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ അദ്ദേഹം അത് പൂർത്തിയാകുന്ന സമയത്താണ് അദ്ദേഹത്തിന് ബഹുമതി ലഭിക്കുന്ന. പുറത്ത് വെച്ചിരിക്കുക. എസ് എൻ യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും ജനറൽ സെക്രട്ടറി ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ 2 പ്രസ്ഥാനങ്ങളുടെയും ജനറൽ സെക്രട്ടറി ആയിട്ട് 30 വർഷം പൂർത്തിയാക്കി. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടുന്നത്. അപ്പോൾ 96 മുതൽ ഈ 2 സ്ഥാപനങ്ങളുടെയും മേധാവി അദ്ദേഹം പ്രവർത്തിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ചോദിക്കും, വെള്ളാപ്പള്ളി നടേശന് ഏത് സിവിലിയൻ ബഹുമതി? പത്മഭൂഷൺ. ഓക്കെ, ഇനി ഷിബു സോറൻ, മരണാനന്തര ബഹുമതി, മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ്. ഓക്കെ, സംസ്ഥാനം ജാർഖണ്ഡ്. ഓക്കെ, സംസ്ഥാനം ജാർഖണ്ഡ്, കാറ്റഗറി പബ്ലിക് അഫയേഴ്സ്. അപ്പോൾ അദ്ദേഹം ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച. ദീർഘകാലം പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, ഇനി ജാർഖണ്ഡിന്റെ 3ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. 3 തവണയായി ഈ പദവി അദ്ദേഹം വഹിച്ചു. ഓക്കെ, 3 തവണ കേന്ദ്ര കൽക്കരി മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഓക്കെ, അപ്പോൾ ജാർഖണ്ഡിന്റെ 3ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. 3 തവണ അദ്ദേഹം മുഖ്യമന്ത്രി പദവി വഹിച്ചിട്ടുണ്ട്. ഇനി 3 തവണ കേന്ദ്ര കൽക്കരി മന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായിട്ടുണ്ട്. ഓക്കെ, ഇനി 3 തവണ നമ്മൾ നേരത്തെ പറഞ്ഞു 3 തവണ കേന്ദ്ര കൽക്കരി മന്ത്രിയായിട്ട് പ്രവർത്തിച്ചു. ഇനി അന്തരിച്ച ദിവസമാണ് 2025 ഓഗസ്റ്റ് 4 അന്തരിച്ചു. അപ്പോൾ മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മകനാണ് ഹേമന്ത് സോറൻ. അദ്ദേഹമാണ് ഇപ്പോൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രി, നിലവിലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി. ഓക്കെ, നിലവിലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി. അച്ഛനും മകനും മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. നമ്മുടെ ഷിബു സോറൻ അടുത്തിടെ അന്തരിച്ചു. ഓക്കെ, 2025 ഓഗസ്റ്റ് 4 അന്തരിച്ചത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്, പ്രസന്റ് മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ. അച്ഛനും മകനുമാണ്. ഓക്കെ, ഇനി പീയൂഷ് പാണ്ഡെ, മരണാനന്തര ബഹുമതിയാണ്. പരസ്യകലാ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, സംസ്ഥാന മഹാരാഷ്ട്ര, കാറ്റഗറി കല. പ്രശസ്ത പരസ്യ ഏജൻസിയായ ഓഗിൽവിയുടെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായും വേൾഡ് വൈഡ് ചീഫ് ക്രിയേറ്റീവ് ഓഫീസറായും പ്രവർത്തിച്ചു. അതായത് പരസ്യ മേഖലയുമായി പ്രവർത്തിച്ച വ്യക്തിയാണ്.
2025 ഒക്ടോബർ 24 അദ്ദേഹം അന്തരിച്ചു. 2025 ഒക്ടോബർ 24 അദ്ദേഹം അന്തരിച്ചു. ഓക്കെ. 2014 BJPയുടെ പ്രശസ്തമായ ആപ് കി ബാർ മോദി സർക്കാർ എന്ന മുദ്രാവാക്യത്തിന് പിന്നിൽ ഇദ്ദേഹമായിരുന്നു. ഓക്കെ. പിന്നെ ഫെവിക്കോളിന്റെ പരസ്യങ്ങൾ 90s കിഡ്സിനൊക്കെ അറിയാം. ഒരു കാലത്ത് ഫെവിക്കോളിന്റെ പരസ്യങ്ങളൊക്കെ വളരെ ജനശ്രദ്ധ ആകർഷിച്ച പരസ്യങ്ങളാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ കുറേ ആളുകൾ ഇങ്ങനെ ഉത്തരേന്ത്യയിലെ ഗ്രാമത്തിൽ ഇങ്ങനെ ബസ്സിനകത്ത് ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരുന്ന് പോകും. പക്ഷേ അവരാരും മുകളിൽ താഴെ വീഴത്തില്ല. അപ്പോൾ അവർ ആ ബസ്സിനകത്ത് ഫെവിക്കോളിന്റെ പരസ്യം. പിന്നെ ഈ ഒരു അമ്മ റോഡ് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അമ്മയുടെ കുട്ടി 4-5 വയസ്സുള്ള കുട്ടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ റോഡിലോട്ട് ഇറങ്ങി ഓടും. അപ്പോൾ ഈ അമ്മയ്ക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അമ്മയാണെങ്കിൽ ഈ കുട്ടിയെ പിടിച്ച് ഫെവിക്കോളിൻ്റെ ബക്കറ്റിൻ്റെ മുകളിൽ ഇരുത്തും. പിന്നെ ആ കുട്ടി അവിടെ നിന്ന് അനങ്ങത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ധാരാളം രസകരമായിട്ടുള്ള പരസ്യങ്ങൾ അതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. ഓക്കെ, പീയൂഷ് പാണ്ഡെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഫെവിക്കോൾ തമാശ കലർന്നതും ഇന്ത്യൻ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ളതുമായ നിരവധി പരസ്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 90s കിഡ്സിലേക്ക് വീണ്ടും നിങ്ങളുടെ നൊസ്റ്റാൾജിയിലേക്ക് ഒരു കാര്യം കൂടി വരികയാണ്. അപ്പോൾ 90s കിഡ്സിനൊക്കെ അറിയാം, അന്നത്തെ ദൂരദർശനിൽ ഇടയ്ക്കൊക്കെ കാണിക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. പാട്ടിൻ്റെ പേരാണ് മിലേ സുർ മേരാ തുമാര. ഓക്കെ, ദേശീയ ഐക്യത്തിൻ്റെ സന്ദേശം നൽകുന്ന ഈ പ്രശസ്ത ഗാനത്തിൻ്റെ വരികൾ രചിച്ച ഇദ്ദേഹമാണ്. ഓക്കെ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഇന്ത്യയിലെ പ്രശസ്തരായ പല സിനിമാ നടന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ ഇങ്ങനെ വന്നിട്ട് ഈ പാട്ടിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു, ആനപ്പുറത്തിരുന്ന് നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ സ്വരവും എൻ്റെ സ്വരവും ഒന്നാവെന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പാട്ടിൻ്റെ വരികൾ എഴുതി ഇദ്ദേഹമാണ്, ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ആ പാട്ട് പുറത്തിറങ്ങിയ വർഷമാണ് 1988 ഓഗസ്റ്റ് 15. ഓക്കെ, അപ്പോൾ 2026 പത്മഭൂഷൺ കിട്ടി, 2016 പത്മശ്രീ കിട്ടി. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയണം ആ വ്യക്തിത്വത്തെ പറ്റി. അദ്ദേഹത്തിൻ്റെ പേരാണ് പീയൂഷ് പാണ്ഡെ. ഓക്കെ, മരണാനന്തര ബഹുമതി. ഓക്കെ ഓക്കെ അടുത്തതാണ് ഭഗത് സിംഗ് കോഷിയാരി, സംസ്ഥാനം ഉത്തരാഖണ്ഡ്, കാറ്റഗറി പബ്ലിക് അഫയേഴ്സ്. മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു, മുൻ മഹാരാഷ്ട്ര ഗവർണറായിരുന്നു. ഓക്കെ, അടുത്തത് വിജയ് അമൃതരാജ്, സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളാണ്. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇന്ത്യക്കാരനായിരുന്നു, ഇപ്പോൾ അമേരിക്കൻ പൗരനാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺട്രി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കാറ്റഗറി സ്പോർട്സ്. 1953 ഡിസംബർ 14 തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ജനിച്ചു. അപ്പോൾ തമിഴ്നാട്ടുകാരനാണ്, ഇപ്പോൾ സെറ്റിൽ ആയിരിക്കുന്ന അമേരിക്കയിലാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ടെന്നീസിനെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാക്കിയ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കും. അപ്പോൾ അദ്ദേഹം ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചോദിക്കും, വിജയ് അമൃതരാജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ഓക്കെ, ഇനി വിംബിൾഡണിലും 73-81, US ഓപ്പണിലും 73-74 പുരുഷ സിംഗിൾസിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത്, അതായത് 70-80 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ ടെന്നീസിനെ ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിച്ച ആളാണ് വിജയ് അമൃതരാജ്. ഓക്കെ, ധാരാളം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടുകാരനാണ്, ഇപ്പോൾ സെറ്റിലിരിക്കുന്നത് അമേരിക്കയിലാണ്. ഓക്കെ, ഇനി 2026 പത്മഭൂഷൺ ലഭിച്ചു, 83 പത്മശ്രീ ലഭിച്ചു. ഓക്കെ, അടുത്തത് അൽക്ക യാഗ്നിക്. ഓക്കെ, അൽക്ക യാഗ്നിക് ഗായികയാണ്. ഓക്കെ, സംസ്ഥാന മഹാരാഷ്ട്ര, കാറ്റഗറി കല, ഗായിക. ഓക്കെ, തേസാബ് എന്ന ചിത്രത്തിലെ ഏക് ദോ തീൻ എന്ന ഗാനമാണ് അവർക്ക് കരിയറിൽ വലിയ ബ്രേക്ക് നൽകിയത്. അപ്പോൾ ഏക് ദോ തീൻ പണ്ട് ഉത്സവം ഗാനമേളയ്ക്കും സ്കൂളിലെ പരിപാടികൾക്കെല്ലാം ഇട്ടുകൊണ്ടിരുന്ന പാട്ടാണ് ഏക് ദോ തീൻ. ഓക്കെ, മാത്രമല്ല ചോളി കെ പീച്ചെ ക്യാ ഹെ എന്ന് പറഞ്ഞ പാട്ടും പാടിയവരാണ്. ഓക്കെ, അപ്പോൾ അൽക്ക യാഗ്നിക് വളരെ പ്രശസ്തയായ ഗായികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ശബ്ദം ഇപ്പോൾ കിട്ടിക്കാണും. അപ്പോൾ അവർക്ക് എന്ത് കിട്ടി? പത്മഭൂഷൺ കിട്ടിയോ ചോദിക്കും. 2026 പ്രശസ്ത ഗായികയായിട്ടുള്ള അൽക്ക യാഗ്നിക്കിന് ഏത് സിവിലിയൻ ബഹുമതിയാണ് ഇന്ത്യ ഗവൺമെന്റ് ആദരിച്ച? ഉത്തരമാണ് പത്മഭൂഷൺ. ഓക്കെ, അടുത്തത് ഉദയ് കൊട്ടക്. ഓക്കെ, സംസ്ഥാനം മഹാരാഷ്ട്ര, കാറ്റഗറി ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. ഓക്കെ, കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ സ്ഥാപകൻ. ഓക്കെ, 1985 ഒരു ഫിനാൻസ് കമ്പനിയായി തുടങ്ങിയ സ്ഥാപനത്തെ 2003 ഇന്ത്യയിലെ മുൻനിര സ്വകാര്യ ബാങ്കാക്കി അദ്ദേഹം ഉയർത്തി. ആളുടെ പേരാണ് ഉദയ് കൊട്ടക്. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക, കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ മേധാവിയാണ്. ഓക്കെ, അടുത്തത് പത്മശ്രീ. 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു. 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു, 3 പേര് മലയാളികളാണ്. അപ്പോൾ 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു, 3 പേര് മലയാളികളാണ്. അപ്പോൾ ഓരോ ആൾക്കാരെ പറ്റിയും പ്രത്യേകമായിട്ട് പ്രത്യേകിച്ച് മലയാളികളെ. ഓക്കെ, ഡോക്ടർ AE മുത്തുനായകം. ഓക്കെ, സംസ്ഥാനം കേരളം, കാറ്റഗറി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്.
തമിഴ്നാട്ടിലെ നാഗർകോവിൽ സ്വദേശിയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ നാഗർകോവിൽ സ്വദേശിയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കേരളമായിരുന്നു, തിരുവനന്തപുരമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ കാറ്റഗറി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനം കേരളം, കാറ്റഗറി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, തമിഴ്നാട്ടിലെ നാഗർകോവിൽ സ്വദേശിയാണ്. ഓക്കെ, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയിലെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയിലെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. ആളുടെ പേരാണ് ഡോക്ടർ എ മുത്തുനായകം. ഓക്കെ, ആളുടെ പേരാണ് ഡോക്ടർ എ മുത്തുനായകം. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും ഒരു കാര്യം കൂടി പറയുകയാണ്. നിങ്ങൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ്, പുതിയ പുതിയ ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച PSC പരിശീലനമാണ് നമ്മുടെ ഓൺലൈൻ പരിശീലനമാണ് നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പ് വഴി ലഭിക്കുന്നത്. നിങ്ങൾക്കാണെങ്കിൽ അറിയാം, കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ, ഓക്കെ, നമ്മുടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ രഞ്ജിത്ത് സാറ്, മാത്സ് പഠിപ്പിക്കാൻ വിശാഖ് സാറ്, ഓക്കെ, അവർക്ക് അത്രയും വർഷമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ആപ്പിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ്, ഏറ്റവും പുതിയ ക്ലാസ്സുകൾ, PSC മേഖല ഏറ്റവും പുതിയ മാറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് നിങ്ങൾ ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, എ മുത്തുനായകത്തെ പറ്റി പറഞ്ഞു. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്, ISROയിലെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ പ്രധാന ശില്പിയും സ്ഥാപക ഡയറക്ടറുമാണ് അദ്ദേഹം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ISROവുമായി ബന്ധപ്പെട്ട് 2 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരത്ത് ISROവുമായി ബന്ധപ്പെട്ട് 2 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് VSSC തുമ്പ, അടുത്തതാണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, വലിയമല തിരുവനന്തപുരം. ഓക്കെ, വലിയമല തിരുവനന്തപുരം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ISROവുമായി ബന്ധപ്പെട്ട് 2 സ്ഥാപനം പ്രവർത്തിക്കുന്നു. ഒന്നിന്റെ പേരാണ് VSSC തുമ്പ, അടുത്തതാണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, വലിയമല തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ ആ വലിയമലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ. അതിൻ്റെ സ്ഥാപക ഡയറക്ടറാണ് ഇദ്ദേഹം. അപ്പോൾ സ്ഥാപിച്ചത് 1985-ലാണ്. ഈ സ്ഥാപനം സ്ഥാപിച്ചത് 1985-ലാണ്. അപ്പോൾ ഈ 85-ൽ സ്ഥാപിച്ച സമയത്ത് അതിൻ്റെ ഡയറക്ടറാണ് മുത്തുനായകം. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ചോദിക്കും, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? വലിയമല തിരുവനന്തപുരം. ഓക്കെയാണ്. ഇനി ISROയുടെ ഏറ്റവും വിശ്വസ്തമായ ലിക്വിഡ് റോക്കറ്റ് എഞ്ചിനായ വികാസ് എഞ്ചിൻ വികസിപ്പിക്കുന്നതിൽ പ്രോജക്റ്റ് മാനേജറായി അദ്ദേഹം പ്രവർത്തിച്ചു. ഓക്കെയാണ്. അപ്പോൾ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, ഓക്കെ, അവിടെയാണ് നമ്മുടെ ഈ ബഹിരാകാശ വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ സാങ്കേതിക വിദ്യകളും ഇന്ധനങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ISROയുടെ ഏറ്റവും വിശ്വസ്തമായ ലിക്വിഡ് റോക്കറ്റ് എഞ്ചിനായ വികാസ് എഞ്ചിൻ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് മുത്തുനായകം. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ പേരാണ് മുത്തുനായകം. തമിഴ്നാട്ടിലെ നാഗർകോവിൽ സ്വദേശിയാണ്. പക്ഷേ പ്രവർത്തന മേഖല തിരുവനന്തപുരമായിരുന്നു. അതുകൊണ്ടാണ് കേരളം റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. ഇനി കലാമണ്ഡലം വിമല മേനോൻ, ആളുടെ പേരാണ് കലാമണ്ഡലം വിമല മേനോൻ. ഓക്കെ, നർത്തകിയാണ്. കാറ്റഗറി കല, സ്റ്റേറ്റ് കേരളം. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട സ്വദേശി. ഓക്കെ, തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട സ്വദേശിയാണ്. പ്രവർത്തന മേഖല തിരുവനന്തപുരമായിരുന്നു. ഓക്കെ, ഇനി മോഹിനിയാട്ടം. ഇപ്പോൾ ചോദിക്കും, കലാമണ്ഡലം വിമല മേനോൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോഹിനിയാട്ടം. ഓക്കെ, ഇനി തിരുവനന്തപുരത്ത് കേരള നാട്യ അക്കാദമി എന്ന നൃത്യവിദ്യാലയം സ്ഥാപിച്ച് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മോഹിനിയാട്ടത്തിൽ പരിശീലനം നൽകി. ഓക്കെയാണ്. ആളുടെ പേരാണ് കലാമണ്ഡലം വിമല മേനോൻ. ഓക്കെ, കലാമേഖലയാണ് മോഹിനിയാട്ടം. ഓക്കെ, ചോദിക്കാൻ ആൻസർ നല്ല ചോദ്യമാണ്. 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ചോദ്യമാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ കൊല്ലക്കൽ ദേവകിയമ്മ. ഓക്കെ, കൊല്ലക്കൽ ദേവകിയമ്മ. സംസ്ഥാനം കേരളം. ഓക്കെ, കാറ്റഗറി സോഷ്യൽ വർക്ക്.
ഈ അമ്മയാണെങ്കിൽ അവരുടെ ഭൂമിയിൽ സ്വകാര്യമായിട്ടൊരു വനം നിർമ്മിച്ചു. ആ വനം അറിയപ്പെടുന്ന പേരാണ് തപസ് വനം. ഓക്കെ, അപ്പോൾ ആ പ്രകൃതി സംരക്ഷണ പ്രവർത്തനത്തിനാണ് പത്മ അവാർഡ് കിട്ടിയത്. നമുക്ക് നോക്കാം, ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, അപ്പോൾ കാറ്റഗറി സോഷ്യൽ വർക്ക്. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ മുതുകുളത്ത് 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വനമുണ്ടാക്കിയ ദേവിയമ്മ വനത്തിൽ 3000-ലധികം ഔഷധ സസ്യങ്ങളെയും വൻമരങ്ങളെയും പരിപാലിക്കുന്നു. അപ്പോൾ ആ അമ്മ സ്ഥാപിച്ച സ്വകാര്യ വനം അറിയപ്പെടുന്ന പേരാണ് തപസ് വനം. ഓക്കെ, തപസ് വനം എന്നറിയപ്പെടുന്ന മനുഷ്യനിർമ്മിത വനം സൃഷ്ടിച്ചതിലൂടെ പതിറ്റാണ്ടുകളുടെ പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകിയ അംഗീകാരമുണ്ട്. 92 വയസ്സുണ്ട്. ഓക്കെ, അമ്മയ്ക്ക് 92 വയസ്സുണ്ട്, ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ 92 വയസ്സുള്ള പരിസ്ഥിതി പ്രവർത്തകയാണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അമ്മയുടെ പേരാണ് കൊല്ലക്കൽ ദേവകിയമ്മ. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ മുതുകുളത്ത് 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സ്വകാര്യ വനം നിർമ്മിച്ചു. അവരുടെ സ്വന്തം ഭൂമിയാണ്. ആ 5 ഏക്കറിൽ വനം നട്ടുപിടിപ്പിച്ച് ആ ഒരു സംവിധാനത്തിലേക്ക് മാറ്റി. ഓക്കെ, ഇനി പത്മശ്രീ മറ്റ് സംസ്ഥാനങ്ങൾ. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പത്മശ്രീ ലഭിച്ച പ്രമുഖരായ വ്യക്തികളെ പറ്റി പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ രോഹിത് ശർമ്മ, സംസ്ഥാനം മഹാരാഷ്ട്ര, സ്പോർട്സ് കായികം ക്രിക്കറ്റ്. ഓക്കെ, പുറത്ത് വെച്ചിരിക്കുക. സംസ്ഥാനം മഹാരാഷ്ട്ര, കാറ്റഗറി സ്പോർട്സ് ക്രിക്കറ്റ്. ഓക്കെ, ഇനി രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യ 2024 ICC പുരുഷ T20 ലോകകപ്പ് നേടി. ഇനി ഏകദിന ക്രിക്കറ്റിൽ 3 ഇരട്ട സെഞ്ചുറികൾ നേടിയ ഏകതാരം. ഇനി ഒരു ഏകദിന ഇന്നിങ്സിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ 264 റൺസ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. 2014 ശ്രീലങ്കയ്ക്കെതിരെ. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഏകദിന ഇന്നിങ്സിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ, അതായത് 264 റൺസ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. 2014 ശ്രീലങ്കയ്ക്കെതിരെയാണ് അദ്ദേഹം നേട്ടം കൈവരിച്ചത്. ഇനി മുംബൈ ഇന്ത്യൻസിനെ 5 തവണ IPL കിരീടത്തിലേക്ക് നയിച്ച വ്യക്തി, വിജയകരമായ ക്യാപ്റ്റൻ. അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ രോഹിത് ശർമ്മ ലഭിച്ച സിവിലിയൻ ബഹുമതിയാണ് പത്മശ്രീ. ഓക്കെ, അടുത്തത് മാധവൻ രംഗനാഥൻ, R മാധവൻ, തമിഴ് സിനിമാ നടനാണ്, സംവിധായകനാണ്. ഓക്കെ, സംസ്ഥാനം മഹാരാഷ്ട്ര, കാറ്റഗറി കല, മേഖല സിനിമ. ഓക്കെ, ഇനി നമ്മുടെ 69ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് ഓക്കെ റോക്കറ്ററി ദി നമ്പി എഫക്റ്റ്. ഈ സിനിമ സംവിധാനം ചെയ്തത് ഇദ്ദേഹമാണ്. പ്രശസ്ത ISRO ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ സിനിമയാണ്. ഓക്കെ, അതിൽ നമ്പി നാരായണനായിട്ട് വേഷമിട്ടതും R മാധവൻ തന്നെയാണ്. ആ സിനിമ സംവിധാനം ചെയ്തത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ നമ്മുടെ 69ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ ഓക്കെ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച സിനിമ റോക്കറ്ററി ദ നമ്പി എഫക്റ്റ് സംവിധാനം ചെയ്തത് R മാധവനാണ്. മാത്രമല്ല ആ സിനിമയിൽ നമ്പി നാരായണനായി വേഷമിട്ടതും R മാധവൻ തന്നെയാണ്. മാത്രമല്ല തമിഴിലെ വളരെ പ്രശസ്തനായ സിനിമാ താരമാണ് R മാധവൻ. ഓക്കെ, നമുക്കറിയാം മിന്നലെ സിനിമയിലൊക്കെ നല്ല പ്രകടനമായിരുന്നു, റൺ. ഓക്കെ, അപ്പോൾ അദ്ദേഹം ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതിൽ അറിയേണ്ട മറ്റൊരു പോയിന്റ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ സിനിമ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ ഇപ്പോഴത്തെ മേധാവിയാണ് R മാധവൻ. ഓക്കെയാണ്, ക്ലിയർ ആണല്ലേ? ഓക്കെ, അപ്പോൾ തമിഴ്നാട്ടുകാരനാണ്, പക്ഷേ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയാണ്. ഇനി ഹർമൻപ്രീത് കൗർ, വനിതാ ക്രിക്കറ്റ്. ഓക്കെ, അപ്പോൾ സംസ്ഥാനം പഞ്ചാബ്, കാറ്റഗറി സ്പോർട്സ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ, 2020 ഉണ്ട് ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. ഓക്കെ, നമ്മുടെ ഇന്ത്യക്ക് വളരെ പ്രശസ്തമായ ഒരു ചരിത്ര നേട്ടം നേടിത്തന്ന വ്യക്തിയാണ്. ഓക്കെ, 2025 നവംബർ 2 നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ തങ്ങളുടെ ആദ്യത്തെ ഏകദിന ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. അപ്പോൾ 2025 നമ്മുടെ ഇന്ത്യ ആദ്യമായിട്ട് വനിതാ ക്രിക്കറ്റിൽ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്നത്. അത് നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. ഓക്കെ, അപ്പോൾ ഹർമൻപ്രീത് കൗറിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. ICC ഏകദിന ലോകകപ്പ് ഉയർത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ക്യാപ്റ്റനാണ് അവർ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, നമ്മുടെ ICCയുടെ ഏകദിന വനിതാ ക്രിക്കറ്റിൽ ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് നമ്മളുടെ ഹർമൻപ്രീത് കൗർ. അപ്പോൾ വനിതാ ക്രിക്കറ്റ്. അടുത്തത് പ്രവീൺ കുമാർ, സംസ്ഥാനം ഉത്തർപ്രദേശ്, കാറ്റഗറി സ്പോർട്സ്. പാരാ അത്ലറ്റിക്സ്.
ഹൈ ജമ്പ്, അതായത് നമ്മളുടെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന സ്പോർട്സ് ഐറ്റംസ് അറിയപ്പെടുന്ന പേരാണ് പാരാ അത്ലറ്റിക്സ്. അപ്പോൾ അതിൽ ഹൈ ജമ്പ് താരമാണ് അദ്ദേഹം. ഓക്കെ, ഇനി അദ്ദേഹത്തിന് റെക്കോർഡുകളുണ്ട്. പാരാലിമ്പിക് സ്വർണം 2024, പാരീസിൽ നടന്ന 2024 പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈ ജമ്പ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടി ചരിത്രം കുറിച്ചു. ഇനി പാരാലിമ്പിക്സ് വെള്ളി 2020 ടോക്കിയോ പാരാലിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയിരുന്നു. ഓക്കെ, ആ സമയത്ത് പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായി അദ്ദേഹം മാറി. അപ്പോൾ ആളുടെ പേരാണ് പ്രവീൺ കുമാർ. സംസ്ഥാന ഉത്തർപ്രദേശ് പാരാ അത്ലറ്റ് താരമാണ്, ഹൈ ജമ്പ് താരമാണ്. ഓക്കെ, ഇനി മമിഡാല ജഗദേഷ് കുമാർ, അടുത്ത പേരാണ് മമിഡാല ജഗദേഷ് കുമാർ. അദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്ത യൂണിയൻ ടെറിട്ടറിയാണ് ഡൽഹി. കാറ്റഗറി ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അദ്ദേഹം തെലുങ്കാനക്കാരനാണ്. ഓക്കെ, നമ്മുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷന്റെ മുൻ ചെയർമാനാണ്. ഓക്കെ, മാത്രമല്ല ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നൊക്കെ വലിയ വിവാദങ്ങളായിരുന്നു. അപ്പോൾ അദ്ദേഹം UGCയുടെ ചെയർമാനായിരുന്നു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം വലിയ അദ്ദേഹത്തെ തീരുമാനമൊക്കെ വലിയ വിവാദങ്ങളായിരുന്നു. അതായത് ഭരിക്കുന്ന സർക്കാരിന് അനുകൂലമായിട്ട് തീരുമാനം എടുക്കുന്ന വലിയ വിവാദങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഓർത്തുവച്ചിരിക്കുന്ന പേരാണ് മമിഡാല ജഗദേഷ് കുമാർ. ഓക്കെ, അടുത്തത് വി കാമകോടി. ഓക്കെ, വി കാമകോടി, സംസ്ഥാനം തമിഴ്നാട്. വി കാമകോടി, സംസ്ഥാനം തമിഴ്നാട്. കാറ്റഗറിയാണ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ, നിലവിൽ IIT മദ്രാസിൻ്റെ ഡയറക്ടറാണ്. IIT മദ്രാസിൻ്റെ ഡയറക്ടറാണ്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ പ്രോസസ്സറായ ശക്തി വികസിപ്പിച്ച സംഘത്തിൻ്റെ തലവനായിരുന്നു വി കാമകോടി. അടുത്ത വിവാദങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹം ഈ ഗോമൂത്രത്തിൻ്റെ സവിശേഷതകളെ പറ്റിയൊക്കെ ഇദ്ദേഹം ഒരിക്കലും ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ പത്മശ്രീ കിട്ടിയ സമയത്ത് കോൺഗ്രസ് അവരുടെ സമൂഹ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിനെ ട്രോളിയൊക്കെ ചെയ്തു. അത് വലിയ വിവാദമായി. അതുകൊണ്ടാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിവാദമാകുന്ന സംഭവങ്ങളൊക്കെ PS ചോദിക്കാറുണ്ട്. അപ്പോൾ വി കാമകോടി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാൻ കാരണം. ഓക്കെ, അതായത് കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകളിലൊക്കെ ഇദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയ സമയത്ത് അതിനെ ട്രോളിയൊക്കെ ധാരാളം വീഡിയോസൊക്കെ വന്നിരുന്നു. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അദ്ദേഹം ബന്ധപ്പെട്ട പോയിന്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് വി കാമകോടി. ഓക്കെ, അപ്പോൾ നിലവിൽ IIT മദ്രാസിൻ്റെ ഡയറക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ. എല്ലാം പ്രധാനപ്പെട്ടതാണ്. പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് ഉറപ്പാണ്. എല്ലാം പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് മലയാളികൾ. ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം ഇതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഓക്കെ, ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഏറ്റവും പുതിയ വിജ്ഞാപനങ്ങൾ, ഏറ്റവും പുതിയ PSCയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ, മികച്ച ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റുള്ള ക്ലാസ് കാണാം. അതുവരെ ഓൾ ദി ബെസ്റ്റ്.